പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫിറോസ്. കെ ടി ജലീൽ MLA ചോദ്യശരങ്ങൾക്ക് മുന്നിൽ അടിപതറി നിൽക്കുന്ന പി കെ ഫിറോസിനെ ലീഗ് നേതൃത്വം ഏതാണ്ട് കൈവിട്ട മട്ടാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും. ന്യായീകരിക്കുന്നതിനും ഒരു പരിധിയൊക്കെയുണ്ടല്ലോ. കെ ടി ജലീൽ MLA നിർണായക വെളിപ്പെടുത്തലുകളിൽ അമ്പേ ക്ഷീണിതനാണ് പി കെ ഫിറോസ്. ക്ഷീണത്തിനിടയിലും വിശദീകരണവുമായി മാധ്യമങ്ങളെ കാണാനെത്തി. പക്ഷേ പ്രതിരോധത്തിന് തീരെ ശക്തി പോരായിരുന്നു. ജലീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെച്ച ഫിറോസ് ആകെ അങ്കലാപ്പിലാവുന്നത് വാർത്താ സമ്മേളനത്തിൽ കാണാം. എനിക്ക് അത്യാവശ്യം വരുമാനമുണ്ട്, ജീവിക്കാനുള്ള. പാർട്ടിക്ക് അറിയാം, പിന്നെ എന്താ സംശയം? നമുക്ക് വിദേശത്ത് എന്താണ് ജോലി അങ്ങനെയൊന്നുമല്ല. നമുക്ക് വിദേശത്ത് പിന്നെ ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുമാനമുണ്ട്, നാട്ടിൽ ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം. ഏതായാലും ഫിറോസിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ലീഗ് നേതൃത്വം. ദുബായ് കമ്പനിയിലെ ജോലി വിവാദം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയെ അറിയിക്കാതെയുള്ള സാമ്പത്തിക ഇടപാടുകളിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഫിറോസിന്റെ വിഷയം ഫിറോസ് തന്നെ തീർക്കട്ടെ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഇഷ്ടക്കാരനോടുള്ള നീരസം കൂടി കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകും. യൂത്ത് ലീഗ് ദേശീയ നേതാക്കളും ഫിറോസിനെ ന്യായീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെ. കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പുമെല്ലാം ഒരുനാൾ മറനീക്കി പുറത്തുവരിക തന്നെ ചെയ്യുമെന്ന് ഇപ്പോഴേതാണ്ട് ഫിറോസിന് മനസ്സിലായിട്ടുണ്ടാകും. നിസ്സാരമായ കേവലം ആരോപണങ്ങളല്ല കെ ടി ജലീൽ MLA നടത്തിയത്. 2021 താനൂരിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തനിക്ക് ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് 2021 വർഷത്തിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം 3,98,324 രൂപ എന്നാണ്. എന്നാൽ 19/12/2020 വരെ അദ്ദേഹം UAE-ൽ ജോബ് വിസ ഹോൾഡർ ആയിരുന്നു. 22,000 UAE ദിർഹം ശമ്പളത്തിൽ 2020 12-ാം മാസം വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അക്കമിട്ട സ്പഷ്ടമായ ചോദ്യങ്ങൾ ഉയർത്തി ഫിറോസിന്റെ ദുരൂഹ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളെല്ലാം തെളിവു സഹിതം ഉയർത്തിക്കാട്ടി. വാർത്താ സമ്മേളനത്തിൽ എല്ലാം സമ്മതിക്കേണ്ടി വന്നു യൂത്ത് ലീഗ് നേതാവിന്. യൂത്ത് ലീഗിന്റെ മുഴുവൻ സമയ ജനറൽ സെക്രട്ടറി ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറായി സേവനമനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്നായിരുന്നു ജലീലിന്റെ പ്രധാന ചോദ്യം. അതിന് ഫിറോസ് ഉത്തരം നൽകിയിട്ടില്ല. കമ്പനിയുടെ മറവിൽ ഹവാല പണമിടപാട് നടക്കുന്നതായി സംശയിക്കുന്നുവെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും ധാർമ്മികതയുടെ പ്രശ്നമില്ലേ എന്ന മാധ്യമ ചോദ്യത്തിന് എന്ത് ധാർമ്മികതയെന്നായിരുന്നു ഫിറോസിന്റെ മറുപടി. ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? എന്തായാലും എന്താ ധാർമ്മികത? എന്താ ധാർമ്മികത? എമ്മി ഫ്രൈഡ് ചിക്കനിലെ പങ്കാളിത്തവും വിദേശ ബിസിനസ്സിലടക്കമുള്ള വിഷയങ്ങളിൽ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളും ശരിയാണെന്ന് ഫിറോസിന് സമ്മതിക്കേണ്ടി വന്നു. തീർന്നില്ല. ദുബായ്ക്ക് പുറമെ അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ വിസകളും ഫിറോസിനുണ്ട്. ഇനി ഇതും പറയാം, എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ദുബായ് ആസ്ഥാനമായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കയറ്റി അയക്കുന്ന കമ്പനിയിലാണ് ജോലി എന്നാണ് ഫിറോസ് പറയുന്നത്. പക്ഷേ ആകെ 3 മാനേജർമാർ മാത്രമാണുള്ളത്. ഉടമസ്ഥരെ കുറിച്ചോ പാർട്ട്ണർമാരെ കുറിച്ചോ വെളിപ്പെടുത്തുന്നുമില്ല. 5.25 ലക്ഷം രൂപ മാസ ശമ്പളവും. ഇതെന്തൊരു കമ്പനിയെന്ന് ആളുകൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജലീലിന്റെ ഹവാല പണമിടപാട് ആരോപണത്തോട് ഏതായാലും കണ്ണടക്കാനാവില്ല. റിവേഴ്സ് ഹവാല ആരോപണത്തിൽ കെ ടി ജലീലിനെതിരെ കേസ് കൊടുക്കുമോ എന്ന ചോദ്യത്തിനും പി കെ ഫിറോസിന് ഉരുണ്ടുകളി മാത്രമേയുള്ളൂ. നോക്കാം, ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി മറുപടി കയ്യിലുണ്ട്. അല്ല, അതാ പറഞ്ഞ എന്റെ നിയമവിദഗ്ധരായിട്ട് ആലോചിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിവിധ ഘട്ടങ്ങളിലായി യൂത്ത് ലീഗ് പിരിച്ച പണത്തിൽ നിന്ന് ഫിറോസ് ഭീമമായ തുക വെട്ടിച്ചെന്നും സാമ്പത്തിക വളർച്ചയുടെ സ്രോതസ്സിൽ ഇതും പെടുമെന്നും ജലീൽ MLA ആരോപിക്കുന്നുണ്ട്.
കത്വ ഉന്നാവോ ഫണ്ടിനായി വലിയ രീതിയിലുള്ള പണപ്പിരിവാണല്ലോ അന്ന് യൂത്ത് ലീഗ് നടത്തിയത്. എന്നാൽ 16 ലക്ഷം രൂപ കിട്ടിയെന്നായിരുന്നു ഭാരവാഹികൾ പറഞ്ഞത്. അത് ശരിയല്ലെന്നാണ് ജലീലിന്റെ മറ്റൊരു ആരോപണം. 3 വർഷം ധോത്തി ചലഞ്ച് നടത്താൻ 2.72 ലക്ഷം തുണികൾ രാംരാജ് കമ്പനിയിൽ നിന്ന് യൂത്ത് ലീഗ് വാങ്ങി. 725 രൂപ വിലയുണ്ടെന്ന് സ്റ്റിക്കർ പതിച്ചാണ് ഇവ വിതരണം ചെയ്തത്. എന്നാൽ അവയ്ക്ക് 200 രൂപ പോലും വിലയുണ്ടായിരുന്നില്ല. ഇതിലും വൻ തട്ടിപ്പ് നടന്നതായി ജലീൽ MLA പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കൃത്യമായ മറുപടി പറയാൻ ഫിറോസിനായിട്ടില്ല. സ്പിരിറ്റ് എന്ന മോഹൻലാൽ സിനിമയിൽ തിലകന്റെ കഥാപാത്രം പറയുന്നത് പോലെ മറുപടി പറയടാ എന്ന് കേരളത്തിലെ ഓരോരുത്തരും ഫിറോസിനെ നോക്കി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേവലം ബാലിശമായ മറുവാദങ്ങൾ ഉന്നയിച്ച് ആരോപണങ്ങൾ മറച്ചുപിടിക്കുന്ന കാപട്യം ഇനി നടക്കില്ല. PK ഫിറോസിന്റെ ആ തന്ത്രമൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മുന്നിൽ വിലപ്പോവില്ലെന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്.